കൊച്ചി വടുതലയിൽ കൊടും ക്രൂരത. ദമ്പതികൾക്ക് നേരെ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി യുവാവ് ജീവനൊടുക്കി. ക്രിസ്റ്റഫർ, മേരി എന്നിവർക്ക് ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. തീകൊളുത്തിയ വില്യംസ് മരിച്ചു. അയൽവാസികൾ തമ്മിലുള്ള തർക്കമാണ് ക്രൂരതയ്ക്ക് കാരണമെന്നാണ് സൂചന. അലി അക്ബർ ഷാ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അലി അക്ബർ ഷാ, നമുക്ക് നാട്ടുകാരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണ്? ഈ അയൽവാസികൾ തമ്മിലുള്ള ഒരു വിദ്വേഷമാണോ ഈ കൊടും ക്രൂരതയിലേക്ക് വില്യംസിനെ നയിച്ചത്? അരുൺകുമാർ, തീർച്ചയായും നാടിന് നടുക്കി ഈ സംഭവം ഉണ്ടായത് ഇതൊരു പരിസരവാസികൾ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ പേരിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ക്രിസ്റ്റഫറും മേരിയും സഞ്ചരിച്ചിരുന്ന ആ സ്കൂട്ടർ ഇവിടെയുണ്ട്. ഈ സ്കൂട്ടർ കത്തി നശിച്ചിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ സ്കൂട്ടറിൽ പുറത്തുപോയി തിരിച്ച് മടങ്ങി വരുന്ന വഴിയാണ് വില്യംസ് ഇത്രയും ക്രൂരമായൊരു ആക്രമണം നടത്തിയത്. ഈ സംഭവം നടത്തിയതിന് ശേഷം വില്യം തൊട്ടടുത്ത് തന്നെ പോയി തൂങ്ങി മരിക്കുകയും ചെയ്തു. വില്യംസിൻ്റെ ബോഡി ഉൾപ്പെടെ താഴെ ഇറക്കി ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പരിസരവാസികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്ഥിരം പ്രശ്നക്കാരനാണ് ഇയാൾ എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടുത്തെ മെമ്പർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നേരത്തെ തന്നെ ഈ വില്യംസിന്റെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അയാൾ ഇടക്കിടക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണ്. 1-2 പ്രാവശ്യം ഞാൻ തന്നെ അയാൾ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ഈ അയൽക്കാരൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന്. ഇവിടെ മറ്റുള്ള അയൽവാസികളും ഇയാളുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഈ പരാതി പറയുകയും ചില ആളുകൾ പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇയാളിങ്ങനെ ഇത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഈ ക്രിസ്റ്റഫറിൻ്റെയും മേരിയുടെയും കുടുംബമായിട്ട് വില്യമിൻ്റെ പ്രശ്നം എന്തായിരുന്നു? ഇയാൾ ഇടക്കിടക്ക് ഈ വേസ്റ്റുകളൊക്കെ എടുത്ത് ഇവരെ കോമ്പൗണ്ടിലേക്ക് വിടും, അങ്ങനെ തർക്കങ്ങൾ ഉണ്ടാക്കും എന്നുള്ള ചില ചെറിയ പരാതികളൊക്കെ ഉണ്ടായിരുന്നു. വില്യം കുടുംബമായി ജീവിക്കുന്ന ആളാണോ ഇവിടെ? ഇയാൾ ഇവിടെ മറ്റേ ഏകനായിട്ട് താമസിക്കുന്നതാണ്. മറ്റേ ഈ ക്രിസ്റ്റഫറിൻ്റെയും മേരിയുടെയും കുടുംബം നേരത്തെ എന്തെങ്കിലും പരാതി ഇവരുമായി ബന്ധപ്പെട്ട മെമ്പറോട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, ആ രീതിക്കകത്തല്ല. നാട്ടുകാരാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ വഴിയിൽ നിന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ 1-2 പ്രാവശ്യം ഇയാളോട് ഞാൻ വിളിച്ച് സംസാരിച്ച് അങ്ങനെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്നുള്ള രീതിക്കകത്തൊക്കെ ഞാൻ ഇടപെട്ടിട്ടുള്ള 1-2 പ്രാവശ്യം. ഏകദേശം എന്ത് പ്രായമുള്ള ആളാണ് വില്യം? ഒരു മിനിറ്റ്. ചെറുപ്പക്കാരാണ്. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്കുള്ള ശ്രമത്തിലേക്കൊക്കെ എത്താനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായതായി അറിഞ്ഞിരുന്നോ? ഇല്ല, ആ രീതിക്കകത്തൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. ഇല്ല. ഇത് പെട്ടെന്നാണ് ഇങ്ങനെയുള്ള സംഭവം നമ്മളെ ഒരു നടുക്കി കളഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനൊരു സമീപനം സ്വീകരിക്കുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. കാരണം 1-2 പ്രാവശ്യം ഞാൻ വിളിച്ച് സംസാരിക്കുന്ന സന്ദർഭം ഇല്ല, എൻ്റെ ഭാഗത്ത് നിന്ന് പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്നുള്ള രീതിക്ക് ഒരു സമീപനം ഇയാൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇയാളിങ്ങനെ നാട്ടുകാരായിട്ടും പെട്ടെന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു തരം ആളാണോ? ഇയാൾ പെട്ടെന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുള്ളതാണ് നാട്ടുകാർ പറഞ്ഞിട്ടുള്ളത്. നമുക്കിപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും അറിയാൻ കഴിയുന്നതനുസരിച്ച് വില്യം നേരത്തെയും സ്ഥിരം പ്രശ്നം ഉണ്ടാക്കുന്ന ആളായിരുന്നു. ചേട്ടാ, ഇയാളെ നേരത്തെ അറിയുന്നതാണോ? ഞാൻ ഈ സംഭവം ഉണ്ടായപ്പോൾ സ്ഥലത്ത് വന്ന ആളാണ്. ഈ ക്രിസ്റ്റഫറിൻ്റെയും മേരിയുടെയും കുടുംബമായിട്ട് മുൻവൈരാഗ്യമാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ തുടർന്ന് തർക്കം ഉണ്ടായിരുന്നു. ആ തർക്കം നിലവിൽ പോലീസ് സ്റ്റേഷനിൽ അറിയിപ്പുണ്ടായിരുന്നു. അത് കേസ് ഉണ്ടായതാണ്. അപ്പോൾ അതിൽ കൂടുതൽ ഇയാൾക്ക് വൈരാഗ്യം ചെയ്തതാണ്. അതായത് ക്രിസ്റ്റഫറും മേരിയും വീട്ടിലാണോ ക്യാമറ വെച്ചത്? അവരുടെ ഈ വഴിയുണ്ട, ഈ ഇടവഴിയിൽ അവരുടെ കോമ്പൗണ്ടിൻ്റെ അകത്ത്. അതുമായി ബന്ധപ്പെട്ട് വില്യമിൻ്റെ പ്രശ്നം എന്തായിരുന്നു? വില്യമിന് എന്തോ ഒരു പ്രത്യേക ടൈപ്പായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതാണ്. മറ്റ് പ്രദേശവാസികളുമായിട്ട് ഇയാളും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായതായിട്ട് അറിയാം. ഞാൻ കുറച്ച് നാൾ ഗൾഫിലായിരുന്നു. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഇയാൾ ഒറ്റയ്ക്ക് ഇവിടെ താമസിച്ചിരുന്ന വെച്ചാൽ. അരുൺ, മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഇപ്പോൾ മെമ്പർ ഉൾപ്പെടെ പറഞ്ഞതനുസരിച്ച് വില്യം ഈ ക്രിസ്റ്റഫറിൻ്റെയും മേരിയുടെയും വീട്ടിലേക്ക് വേസ്റ്റ് വലിച്ചെറിയുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തർക്കം ഉണ്ടായിരുന്നു. വഴിയിൽ ഒരു ക്യാമറ വെച്ചു. ഈ ക്യാമറ അരുൺ, ഈ കാണുന്ന വീട്, അതായത് ഈ മഞ്ഞ നിറത്തിൽ കാണുന്ന ഈ വീടാണ് വില്യമിൻ്റെ വീട്. ഇതിനപ്പുറത്തേക്ക് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ, ഈ വഴി അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ അപ്പുറത്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ പോലീസ് ഈ ഭാഗം തടഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്നും അവിടേക്ക് കാണാൻ കഴിയുന്ന ഈ കാണുന്ന കെട്ടിടങ്ങൾക്ക് അപ്പുറത്താണ് ക്രിസ്റ്റഫറിൻ്റെയും അതുപോലെ മേരിയുടെയും വീട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഭാഗത്താണല്ലേ ആ ചെടി വെച്ചേക്കണ ചുമപ്പ് ചെടിച്ചട്ടി, അതാണ് അവരുടെ വീട്. ഈ മഞ്ഞ വീടാണ് വില്യമിൻ്റെ വീട്. അതെ. ഇത് ഇവിടെ ഇരിക്കണത് ഈ ഭാഗത്താണ് ഇരിക്കണത്. ഇവിടെ ഇരിക്കുമ്പോൾ വഴി കൂടി പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തർക്കങ്ങളുണ്ട്. അരുൺ, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മഞ്ഞ വീട് വില്യമിൻ്റെ വീടാണ്. ഈ കാണുന്ന വഴി ഇതുവഴിയാണ് ഈ പറഞ്ഞ ക്രിസ്റ്റഫറിൻ്റെയും മേരിയുടെയും വീട്ടിലേക്ക് പോകുന്നത്. ഈ വഴിയിലാണ് ഈ പറഞ്ഞതുപോലെ ആ കുടുംബം ഒരു ക്യാമറ സ്ഥാപിക്കുന്നത്. അത് ഇയാളുടെ നിരന്തര ശല്യം മൂലമാണ്, ഇത്തരത്തിൽ വേസ്റ്റ് വലിച്ചെറിയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശല്യം മൂലമാണ് ക്യാമറ സ്ഥാപിച്ചതെന്നാണ് പറയുന്നത്. ഈ ക്യാമറ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് വില്യം വലിയ രീതിയിൽ തർക്കം ഈ കുടുംബവുമായി ഉണ്ടായിരുന്നു. അതാകാം. അരുൺ, ഇപ്പോൾ ഇവിടെ നിന്നും ആളുകൾ പറയുന്നതനുസരിച്ച് വില്യമിൻ്റെ വീട്ടിൽ വില്യം ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഇയാളുടെ കുടുംബവും ഒന്നും ഇവിടെ ഇല്ല എന്നാണ് ഇപ്പോൾ നാട്ടുകാരിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാളുടെ കുടുംബമൊന്നും ഇവിടെ ഇല്ല അല്ലേ ചേട്ടാ? ഈ വില്യമിൻ്റെ ഇല്ല, ഒരു കുടുംബമൊന്നുമില്ല. കല്യാണം കഴിച്ചല്ലോ. ഇല്ല, അവൻ്റെ ചേട്ടന്മാരൊക്കെ ഈ പരിസരത്ത് താമസിക്കണം. ഈ നാട്ടുകാരൻ തന്നെയാണ്. പിന്നെ ഈ നാട്ടുകാരൻ
അപ്പോൾ ഈ ചേട്ടന്മാരുമായിട്ടൊന്നും ഇയാൾക്ക് ബന്ധമില്ല? ഇതൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഒരു ക്രിമിനൽ മൈൻഡാണ്. അല്ലെങ്കിൽ വെൽ പ്ലാൻഡ് ആയിട്ട് പെട്രോൾ ഒഴിച്ച് ഇയാളെ കത്തിക്കുമെന്ന് പറയുമ്പോൾ, തൂങ്ങിച്ചാവുമെന്ന് പറയുമ്പോൾ അത് വിജിലൻ്റായിട്ട് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് തന്നെയാണ്. അതായത് ക്രിസ്റ്റഫറും മേരിയും വരുമ്പോൾ കൊല്ലാൻ തന്നെ തുനിഞ്ഞു നിൽക്കുകയായിരുന്നു. യാതൊരു സംശയമില്ല. അരുൺ, തീർച്ചയായും ഇതാണിപ്പോൾ പരിസരവാസികൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കരുതിക്കൂട്ടി ഒരു കൊലപാതകത്തിനുള്ള തയ്യാറെടുപ്പുകൾ എടുത്തിരുന്നു വില്യം എന്ന് വേണം മനസ്സിലാക്കാൻ. അതിഗുരുതരമായി തന്നെ പൊള്ളലേറ്റിട്ടുണ്ട് ക്രിസ്റ്റഫറിനും അതുപോലെ മേരിക്കും. ഇരുവരും അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഈ ക്രിസ്റ്റഫറിന് 50% പൊള്ളലേറ്റിട്ടുണ്ട്. ഈ തീ കൊളുത്തിയത് അരുൺ, തീർച്ചയായും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ സ്കൂട്ടറിൽ ഇവർ പുറത്തുപോയി ഇങ്ങോട്ട് വരികയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ക്രിസ്റ്റഫറും അതുപോലെ മേരിയും ഈ സ്കൂട്ടറിൽ ഇവിടേക്ക് വരുന്ന ഘട്ടത്തിൽ തന്നെയാണ് കയ്യിൽ കരുതിയ പെട്രോൾ ഒഴിച്ച് വില്യം ഈ നിലയിൽ തീ കൊളുത്തുന്നത് എന്നാണ് നമുക്കിപ്പോൾ നാട്ടുകാരിൽ നിന്നും പരിസരവാസികളിൽ നിന്നും ലഭിക്കുന്ന വിവരത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കരുതിക്കൂട്ടി തയ്യാറായി നിൽക്കുകയായിരുന്നു വില്യം എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഈ ക്യാമറ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് ക്രിസ്റ്റഫറിൻ്റെയും മേരിയുടെയും കുടുംബത്തോട് വലിയ രീതിയിലുള്ള വൈരാഗ്യം വില്യമിനുണ്ടായിരുന്നു. അത് ആയിരിക്കാം ഏറ്റവും ഒടുവിൽ ഉണ്ടായ സംഭവം അതാണ്. അതുകൊണ്ട് അതായിരിക്കാം ഇത്തരത്തിലൊരു കുറ്റകൃത്യത്തിൽ നയിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ആ സ്കൂട്ടർ ആകെ കത്തി അമർന്നിട്ടുണ്ട്. ഈ പരിസര പ്രദേശം ആകെ ഒരു ഞെട്ടലിൽ തന്നെയാണ്. കാരണം ഇത്തരത്തിൽ പരിസരവാസികളുമായി തർക്കമുണ്ടായിരുന്നു, സ്റ്റേഷൻ കയറേണ്ട അവസ്ഥയൊക്കെ വന്നിരുന്നെങ്കിലും ഇത്രയും കരുതിക്കൂട്ടി ഒരു അതിക്രൂര കൊലപാതകത്തിനുള്ള ശ്രമം അത് ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാരും കരുതിയിരുന്നില്ല. മെമ്പർ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, മറ്റ് പ്രതിസന്ധികളൊന്നുമില്ല എന്ന നിലയിലുള്ള പ്രതികരണമാണ് വില്യമിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നാണ് മെമ്പർ ഉൾപ്പെടെ നമ്മളോട് പറഞ്ഞത്. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന അതിദാരുണമായ സംഭവം എന്ന് തന്നെ പറയാം. 2 പേർക്ക് നേരെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ഇത് ചെയ്ത വില്യം തൂങ്ങി മരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും നോർത്ത് പോലീസ് സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങൾ സ്വീകരിച്ചു വരികയാണ്. അരുൺ, വളരെ വേദനിപ്പിക്കുന്ന അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത്. വടുതലയിലാണ് സംഭവം നടന്നിരിക്കുന്നത്. ഭാര്യയും ഭർത്താവിനെയുമാണ് തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ചത്. ഒടുവിൽ ആ യുവാവ് ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. അലി അക്ബർ ഷയാണ് വടുതലയിൽ നിന്നും തത്സമയം വാർത്ത പങ്കുവച്ചത്.